Today we are starting Beer-Lambert's law. So the absorbance in the UV visible absorption spectroscopy, the absorbance of a molecule which absorbs a violet, ultraviolet or visible region, it depends on the molecular structure and its concentration. This is actually, there is an equation denoting this. We can find the concentration or parameters depending which is a factor of absorbance. That equation is given by Beer-Lambert's law. So the essence is that the absorbance or optical density of a molecule depends on the molecular structure and its concentration. This is given by Beer-Lambert's law. The Lambert's law, simple Lambert's law means when a monochromatic radiation is passed through a solution, the decrease in intensity of radiation with the thickness of the solution is directly proportional to the intensity of light. അപ്പോൾ ഒരു സാമ്പിൾ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്തായാലും പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ആ ഡിക്രീസ് ഇന്റൻസിറ്റി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അപ്പം ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഡിക്രീസും കൂടുതലായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. So let I0 be the intensity of incident radiation and X be the thickness. So this is a cuvette in which the sample is placed. Whether could light പോവാണ്, ലൈറ്റിന്റെ ഇനിഷ്യൽ ഇന്റൻസിറ്റി I0 ആണ്, ഇതിന്റെ തിക്നെസ് ആണ് X. അപ്പോൾ ഈ ഇന്റൻസിറ്റി ലൈറ്റ് I0 ഇന്റൻസിറ്റി ലൈറ്റ് ഈ സാമ്പിൾ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറയുമല്ലോ. Let that be I. Okay. So this decrease in intensity with respect to the thickness. അപ്പോൾ മൈനസ് di/dx ആണല്ലോ, അതാണ് മൈനസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഐക്ക് പ്രൊപ്പോർഷണൽ തന്നെയാണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ proportionality sign with the proportionality constant. I can equate it with the proportionality constant into I. So minus di/dx is equal to a constant into I. Now integrate it. We'll get what? With the integrative minus dl/I is equal to k into dx. Integrate is simple. അപ്പോൾ integral of di/I എന്ന് പറഞ്ഞാൽ log I വരും. അപ്പോൾ integral dx എന്ന് പറഞ്ഞാൽ x വരും. ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തുകഴിയുമ്പോൾ എന്ത് വരും? ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ at x is equal to 0 ഇന്റൻസിറ്റി I0 ആണ്. at x is equal to at x ഇപ്പം I is the intensity. അങ്ങനെയാണെങ്കിൽ we can write log I/I0 is equal to, അല്ലേ, log I ആയിരുന്നു. So log I minus log I0 എന്ന് പറഞ്ഞാൽ log I/I0 വരും, equal to minus k into integral dx. ഇപ്പം സോറി, ഇത് എക്സ് അല്ല കേട്ടോ, എൽ ആണ്. എൽ ഇസ് ദ തിക്നെസ് ഓഫ് ദി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത് ഉദ്ദേശിക്കുന്നത്. ഇത് പാത്ത് ലെങ്ത് ത്രൂ ദ സാമ്പിൾ, അത് എൽ ആണ്. എക്സ് അല്ല തിക്നെസ് ഓഫ് ദി സൊല്യൂഷൻ, എൽ ആണ്. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ഐ ഈസ് ഈക്വൽ ടു ഐ ആണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം. സോ ഇഫ് എൽ ഇസ് ദ തിക്നെസ് ഓഫ് ദി സൊല്യൂഷൻ, at x is equal to L, I intensity എന്ന് പറയുന്നത് I ആയിട്ട് കാണുവാണ്. at x is equal to 0 intensity I0 ആണ്. സോ ഇന്റഗ്രേറ്റിംഗ് ആൻഡ് ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് log I/I0 is equal to minus k into L വരുമല്ലോ. Now ഇതിനെ ലോഗരിതം 10 ബേസിനോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 2.303 log I/I0 is equal to minus KL ആണ്. And that will give log I/I0 is equal to minus k by 2.303 into L. Suppose we can write log I/I0 നെ a എന്ന് ഒരു അബ്സോർബൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ I0/I എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റൻസിറ്റി, ഒറിജിനൽ ഇന്റൻസിറ്റി ബൈ ദ ഫൈനൽ ഇന്റൻസിറ്റി ആണല്ലോ. അത് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഒരു മെഷർ ആണല്ലോ. അപ്പം
ഒറിജിനൽ ഇന്റൻസിറ്റി തന്നെയാണ് ശരിക്കും ഫൈനൽ ഇന്റൻസിറ്റി ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ I0/I0 തന്നെ വരത്തില്ലേ. log 1 എന്ന് പറഞ്ഞാൽ 0, അബ്സോർബൻസ് 0. ദിസ് ആക്ച്വലി അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് അതിൻ്റെ അബ്സോർബൻസ് തന്നെയാണ്. ഇപ്പോൾ ഐയുടെ വാല്യൂ കുറവാണെങ്കിൽ ശരിക്കും ഈ റിസൾട്ട് ഇച്ചിരി കൂടിയ വാല്യൂ കിട്ടും. ലോഗരിതം വാല്യൂ വിൽ ബി സം ക്വാണ്ടിറ്റി വരും. മാക്സിമം വരാൻ പറ്റുന്നത് ഇപ്പൊ തീരെ മിനിമം ആണെങ്കിൽ log I0 തന്നെ വരും. സോ log I0/I എന്ന് പറയുന്നത് a ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can write k/2.303 also k/2.303 ആൽഫ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആയിട്ടും, അതായത് നമ്മുടെ k പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്ത സാധനം അതിനെ ആൽഫ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a is equal to ആൽഫ L എന്ന് കിട്ടുമല്ലോ. മൈനസ് എവിടെയെന്ന് അറിയാലോ അല്ലേ. മൈനസ് പറഞ്ഞാൽ ഈ ഇതിനെ നെഗറ്റീവ്, ഇതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ റെസിപ്രോക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് മൈനസ് ലോഗ് I/I0 ആണെങ്കിൽ log I0/I. ആ മൈനസ് അങ്ങനെയാണ് പോയത്. We can write a is equal to alpha L. This is Lambert's law. Absorbance is equal to absorption coefficient into the thickness of the sample. അപ്പോൾ സാമ്പിളിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് അബ്സോർബൻസ് കൂടും. അല്ല ഇതിൽ ഈ സാമ്പിളിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് അത് കൂടിയാലും അബ്സോർബൻസ് കൂടും. അത് ലാംബർട്ട്സ് ലോ. ബിയസ് ലോ എന്ന് പറഞ്ഞാൽ when monochromatic radiation is passed through a solution, the decrease in intensity with the thickness of the solution is directly proportional to the intensity of incident light as well as the concentration. ലാംബർട്ട്സ് ലോയ്ക്കകത്ത് ഇന്റൻസിറ്റി ആയിട്ട് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളൂ. ബിയർ ലോ പറയുന്നത് കോൺസെൻട്രേഷൻ്റെ കൂടി ഡിപ്പെൻഡൻ്റ് ആണ്. കോൺസെൻട്രേഷൻ കൂടി സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ അബ്സോർബൻസും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയാൽ ലെറ്റ് I be the intensity of light, thickness of the solution അത് എല്ലായിട്ട് തന്നെ എടുത്താൽ മതി. സി ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ -dl/dx is proportional to C into I. കോൺസെൻട്രേഷൻ ഇൻറ്റു ഇന്റൻസിറ്റി ആണല്ലോ. അതിൻ്റെ അകത്ത് -dl/dx is equal to another constant k prime into C into I. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇത് നേരത്തെ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ at x is equal to 0 I is equal to I0 ആണ്. at x is equal to L I is equal to I ആണ്. അങ്ങനെയാകുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? log I/I0 is equal to minus k prime CL വരും. കേട്ടോ, അതായത് I0 ഇൻസിഡന്റ് ലൈറ്റ് പാസ് ചെയ്ത് സാമ്പിളിൽ കൂടെ പാസ് ചെയ്ത് ക്യൂവറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്യൂവറ്റിൻ്റെ അകത്താണ് സാമ്പിൾ നിറച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തിക്നെസ് L, അതിന് കോൺസെൻട്രേഷൻ C, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പുറത്ത് വരുന്ന ലൈറ്റ് കുറച്ച് ഇന്റൻസിറ്റി കുറവുള്ളതായിരിക്കും. ആ ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ആസ് വെൽ ആസ് ദ thickness of the intensity of the light. Now ഇതിനെ 2.303 മൾട്ടിപ്ലൈ to the base 10 ആക്കി കഴിയുമ്പോഴത്തേക്ക് we will get something like this. ഇതിനെ മൈനസ് മാറ്റിയെന്ന് പറഞ്ഞാൽ I0/I എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇനി അതുപോലെ നേരത്തെ പോലെ തന്നെ log I0/I a ആയിട്ട് എടുക്കുന്നു, k/2.303 ആൽഫ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫയെ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ, k/2.303. ഇത് കെയിലെ k പ്രൈം ആണ്, പുതിയ കോഎഫിഷ്യന്റ് ആണ്. സോ അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു C ഇൻറ്റു L. നേരത്തെ ആൽഫ ഇൻറ്റു L എന്നായിരുന്നു, ഇവിടെ കോൺസെൻട്രേഷൻ കൂടി വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ബിയസ് ലോ. A is equal to ആൽഫ CL ആണ് ബിയസ് ലോ. ഇനി ഇതിന്റെ അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഗ് എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ലോഗ് I0/I, ഒറിജിനൽ ഇന്റൻസിറ്റി ഡിവൈഡ് ബൈ ഫൈനൽ ഇന്റൻസിറ്റിയുടെ ലോഗരിതമാണ്. ഇനി ഞാൻ പറയുവാണ് ഫൈനൽ ഇന്റൻസിറ്റി ഡിവൈഡ് ബൈ ഒറിജിനൽ ഇന്റൻസിറ്റി, അതിനെ ടി എന്ന് ഞാൻ വിളിക്കാം. ഓക്കെ, ഓർ ഐ ക്യാൻ റൈറ്റ് മൈനസ് ലോഗ് ടി എന്ന് പറഞ്ഞാൽ അബ്സോർബൻസ് എഴുതാലോ. ഇതിന്റെ ലോഗരിതം എടുത്താൽ എന്ത് വരും? ലോഗ് I/I0. ഇനി ഒരു മൈനസും കൂടി ഇട്ട് കൊടുത്താൽ ദാറ്റ് വിൽ ബിക്കം മൈനസ് ലോഗ് ടി ഈസ് ഈക്വൽ ടു എ. ഒറിജിനൽ എ തന്നെ വരുമല്ലോ. എ എന്ന് പറഞ്ഞാൽ ലോഗ് I0/I അല്ലായിരുന്നു, അതുകൊണ്ട് മൈനസ് ലോഗ് ടി ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഈ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ട്രാൻസ്മിറ്റൻസ് ആണ്, അതായത് ഫൈനൽ ഇന്റൻസിറ്റി മൈനസ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഇന്റൻസിറ്റി. ഇതിന്റെ ട്രാൻസ്മിറ്റൻസ് ആണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. I കൂടുതലെന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. I0ക്കാട്ടിലും കൂടുതലാവത്തില്ല, എന്നാലും
ഐ തീരെ കുറവെന്ന് പറഞ്ഞാൽ that means transmittance കുറവാ, absorbance കൂടുതൽ. So this relation is obvious, it is very plausible. From this equation, it is in that the absorbance, which is also called an optical density of the solution in a container of fixed path length, is directly proportional to the concentration of a solution. Absorbance അല്ലെ എന്ന് പറയുന്നത് ഒരു L കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ സാമ്പിൾ ഒരു കൃത്യമായിട്ടൊരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫയും കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ സാമ്പിളിന്റെ കോൺസെൻട്രേഷനെയാണ്. So absorbance is directly proportional to the concentration of the solution for a fixed path length. So that is Lambert's law. Beer's law എന്ന് പറഞ്ഞാൽ ആൽഫ സി എൽ, ലാംബർട്സ് ലോ എ ഇൻറ്റു ആൽഫ എൽ. അത് ബിയറിന്റെ എന്താ ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് അതിന്റെ ലോ ബിയർ ലാംബർട്സ് ലോ എന്ന് തന്നെ കൊടുത്തിരിക്കും. ഓക്കെ, we are going to study absorption and the intensity shifts. Normally നമ്മളൊരു സാമ്പിളിന്റെ അബ്സോർബൻസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും we will get a peak at a particular wavelength. So it can be shifted towards right or left depending on many factors. So we are going to study about that. First one is bathochromic shift or red shift. Second is hypochromic shift or blue shift. Third is hyperchromic effect and fourth is hypochromic effect. അതായത് ഫസ്റ്റ് രണ്ടെണ്ണമാണ് നമുക്ക് സിലബസിലുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ശരിക്കും റെഡ് ഷിഫ്റ്റ്, മറ്റത് ബ്ലൂ ഷിഫ്റ്റ്. ആ പീക്ക് ഷിഫ്റ്റ് ചെയ്ത കാര്യമാണ് ചെയ്യുന്നത്. So let's discuss about bathochromic shift or red shift. This means that when absorption maxima of a compound shifts to longer wavelength, it is known as bathochromic shift or red shift. നമ്മൾ നോർമൽ റെഡ് ഷിഫ്റ്റ് തന്നെ, റെഡ് ഷിഫ്റ്റ് ലോങ്ങർ വേവ്ലെങ്ത് റീജിയനിലോട്ടുള്ള ഷിഫ്റ്റ് ആണല്ലോ. അപ്പൊ ആ പീക്കിന്റെ മാക്സിമ ഷിഫ്റ്റ് ചെയ്യാണ്, റെഡ് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുമ്മാ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യത്തില്ലോ. അപ്പൊ അതിന്റെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം ചിലപ്പം പ്രസൻസ് ഓഫ് ഓക്സോക്രോം അല്ലെങ്കിൽ സോൾവെന്റ് ചേഞ്ച് ചെയ്യുക. സോൾവെന്റ് ചെയ്യുന്ന നമ്മുടെ സാമ്പിളിൽ സോൾവെന്റ് ചേഞ്ച് ചെയ്താലും ഇങ്ങനെ ഒരു ഷിഫ്റ്റ് കാണാം. അല്ലെങ്കിൽ ഒരു ഓക്സോക്രോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഓക്സോക്രോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ OH OCH3 ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ മോളിക്യൂളിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്കും അതിനൊരു ഷിഫ്റ്റ് വരാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ബെൻസിൻ ഒരു പർട്ടിക്കുലർ അബ്സോർബൻസ് പീക്ക് വേവ് ലെങ്ത് ഉണ്ട്, ഏകദേശം 200 അറൗണ്ട് ഏതൊരു റേഞ്ചിൽ വരും, ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. എന്നാൽ ആ ബെൻസിനിലോട്ട് OH ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് OH അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, ഫിനോൾ ആയിട്ട് മാറുമല്ലേ. സോ എന്നാൽ ഫിനോളിന് ഒരു റെഡ് ഷിഫ്റ്റ് ആയിരിക്കും, ആ ബെൻസിന്റെ അതേ പീക്ക് വേവ് ലെങ്ത് അല്ല കാണിക്കുന്നത്, അതിനൊരു ചെറിയ വ്യത്യാസം വരും. അതാണ് ഈ ഓക്സോക്രോം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും മോളിക്യൂളിലോട്ട് ഇതുപോലത്തെ ചില പെർട്ടിക്കുലർ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അബ്സോർബൻസിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കാം. അപ്പൊ അങ്ങനത്തെ ഷിഫ്റ്റ് റെഡ് ഷിഫ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. ഓൾസോ ഇൻ ആൽക്കലൈൻ മീഡിയം നൈട്രോഫിനോൾ ഷോസ് റെഡ് ഷിഫ്റ്റ്. എക്സാമ്പിൾ ആണ്, കാരണം ഇത് നൈട്രോഫിനോൾ ആണ്. അതിൻ്റെ അകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ ശരിക്കും പറഞ്ഞാൽ ഡീലോക്കലൈസസ് മോർ എഫക്റ്റീവ്ലി ദാൻ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ആൽക്കലൈൻ മീഡിയത്തിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് സോൾവെന്റ് ആണല്ലോ, സോൾവെന്റ് മാറ്റി ആൽക്കലൈൻ മീഡിയത്തിലോട്ടാക്കി കഴിയുമ്പോഴത്തേക്കും OHന്റെ അകത്ത് നിന്ന് H പോയിട്ട് ഇവിടെ O- ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പീക്ക് വേവ് ലെങ്ത് ലാംഡ മാക്സിമം എന്ന് പറയുന്നത് 255 265 മാറിയിട്ടുണ്ട്. ലോങ്ങർ വേവ് ലെങ്ത് സൈഡിലോട്ടല്ലേ മാറിയത്, 10 കൂടുകയാണല്ലോ, 10 നാനോമീറ്റർ വരുന്നത് കൂടുകയാണ്. അതൊരു റെഡ് ഷിഫ്റ്റ് ആണ്, അത് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയും. ഈ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്തായിരിക്കും, റിവേഴ്സ് ബ്ലൂ ഷിഫ്റ്റ്. So when the absorption maximum of a compound shifts to a shorter wavelength side, it is known as hypochromic shift or blue shift. Now the effect is due to the presence of a group causing removal of conjugation or by change of solvent. Change of solvent കൊണ്ട് സംഭവിക്കാം. ഇനി ഏതെങ്കിലും
ഒരു ഗ്രൂപ്പിന്റെ ഒരു ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുവാണെങ്കിൽ അതുകൊണ്ടും ഈ ബ്ലൂ ഷിഫ്റ്റ് സംഭവിക്കാം. അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അനിലീൻ ഷോസ് ബ്ലൂ ഷിഫ്റ്റ് ഇൻ അസിഡിക് മീഡിയം. അതായത് ആസിഡ് മീഡിയത്തിൽ അനിലീൻ NH2 ബെൻസീൻ ഇതിന്റെ റിങ്ങിന്റെ കൂടെ NH2 അറ്റാച്ച് ചെയ്തതാണ് ഈ അനിലീൻ. അതിന് ആസിഡ് മീഡിയത്തിൽ മുക്കി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ NH2 മാറി NH3+ Cl-, HCl-നകത്താണ് മുക്കുന്നതെങ്കിൽ അതായത് H+ന്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ, സോ വിൽ ഗെറ്റ് NH3+ എന്നൊരു കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ശരിക്കും ഷിഫ്റ്റ് നമ്മുടെ ലാംഡ മാക്സ് 280 നിന്ന് 265 ആയിട്ട് കുറയുവാണ്. അതായത് ബ്ലൂ ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് hypochromic shift. So shifts and effects ഒരു ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ we have an x-axis with in wavelength, y-axis in absorbance. അപ്പോൾ ഇത് ഇങ്ങനെയാണല്ലോ നമുക്ക് അബ്സോർബൻസ് ഡേറ്റ കിട്ടുന്നത്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഒരു പീക്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, ഈ പീക്ക് ഇവിടെ വരും. ഏതോ ഒരു സാമ്പിളിന്റെ അബ്സോർബൻസ് ബേസിസ് വേവ് ലെങ്തിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് അതിന്റെ ലാംഡ മാക്സ് ഏകദേശം ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. ഇനി റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പീക്ക് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ലോങ്ങർ വേവിന് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിനാണ് റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാത്തോക്രോമിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് കുറഞ്ഞ വേവിനുള്ള സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ബ്ലൂ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ഇനി മറ്റത് രണ്ടും പറഞ്ഞാൽ പഠിക്കാനില്ല. ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് ഇന്റൻസിറ്റി കൂടുതൽ, ഹൈപ്പോക്രോമിക് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി കുറയുന്ന ആ ഒരു ഷിഫ്റ്റിനെയാണ്. Okay, so this is the shifts and the effects. Okay, thank you.